ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് വേറെ കാര്യമായിട്ട് വന്നപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മലയാളി. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് കാറ് വേണമെന്ന്. അപ്പോൾ എനിക്ക് എന്തായാലും അത്യാവശ്യത്തിനൊരു കാറ് വേണം. അപ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞൊരു സിവിക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഈ സിവിക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അവൻ പോയി എടുത്തിട്ട് വരാമെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച മറ്റേ സിവിക്കല്ല. സോ അത് സിവിക്കിൻ്റെ വേറെ മോഡലാണ് തോന്നണത്. അങ്ങനെയാണ് അവൻ പറഞ്ഞത്. പിന്നെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വണ്ടി കുറേ ദിവസമായിട്ട് ഏതൊരു കാട്ടിലാണ്. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും ആ വണ്ടി എടുക്കാതെ, ആ ഒരു വണ്ടി കേടായിരുന്നു. അപ്പോൾ ആരും ആ വണ്ടി ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. പിന്നെ അതൊരു അന്നൊക്കെ ആ വണ്ടി പറഞ്ഞ ഒരു പൊട്ട വണ്ടിയാണ്. ഇപ്പോഴും പൊട്ട വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ആരും തന്നെ ആ വണ്ടി എടുത്തിട്ടില്ല. ഇപ്പോൾ കാട്ടിലെവിടെയോ പൊടി പിടിച്ചൊക്കെ കിടക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി എടുക്കാം. നമുക്ക് നേരെ ടർഫിൻ്റെ അങ്ങോട്ട് വിട്ടേക്ക് ഗൈസ്. പക്ഷെ അതെന്താണ് ഈ ഒരു ലൊക്കേഷൻ എവിടെയാണ്? ഇവിടെ കാട്ടിലാണെന്നാണ് പറഞ്ഞത്. ഓൻ്റെ കാടെന്ന് പറഞ്ഞാൽ ഇവിടെ അതിന് വലിയ കാടൊന്നും ഇല്ലല്ലോ ഗൈസ്. ഇവിടെ കാട്ടിലാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്കിവിടെ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് പോകാം. കാരണം അതിൽക്കൂടെ പോവുകയാണെങ്കിൽ ഒന്നാമത്തെ വണ്ടി നല്ല ചളിയാവും. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഈ വണ്ടി കഴുകി വയ്യ. പിന്നെ ഇപ്പോൾ പുറത്തൊക്കെ പോയി കഴുകണം. പുറത്ത് പോയി കഴുകണം നല്ല ക്യാഷും ആവുന്നുണ്ട്. ഞാൻ കഴുകില്ല. പിന്നെ നമ്മളുടെ സ്പോർട്സ് ടയറാണ്. അതുകൊണ്ട് വണ്ടി എപ്പോൾ വേണം സ്കിഡാവാം. അതുകൊണ്ട് വണ്ടി നമുക്ക് ഇവിടെ നിർത്തിയിട്ട് പോവാം. ഓക്കെ, വണ്ടിയൊക്കെ ലോക്കൊക്കെ ചെയ്ത് പോവാം, അത് സേഫ്റ്റിക്ക്. ഓക്കെ, ഇവിടെ ഒരാൾ അനക്കം പോലും ഇല്ലല്ലോ. ഇപ്പം എന്താ ടർഫിൽ കളിക്കാൻ വരുന്നില്ലേ? പണ്ടൊക്കെ നമ്മൾ ചെക്കന്മാരെപ്പോഴും വന്ന് കളിക്കണ ആൾക്കാരാണ്. ഇപ്പം ആരും വന്ന് കളിക്കില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗത്താണെന്നാണ്. എന്തായാലും ഞാൻ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാം ഗൈസ്. എന്തായാലും കുറേ പണിയാണ് അവിടേക്ക് വരെ പോകാനും. ഗൈസ് നമ്മളിപ്പോൾ കുറേ ഇങ്ങോട്ട് ഓടി ഗൈസ്, എന്നിട്ട് ഇവിടെ വണ്ടിയൊന്നും കാണാനില്ല ഗൈസ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 2-3 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട്. സോ എടാ നോക്കടാ, അവിടെ ഒരു വണ്ടി. എടാ അതെന്നെ സിവിക്ക് തന്നെ ബ്രോ, അത് തന്നെ ബ്രോ. നമ്മളെ ചങ്ങായി, നമ്മൾ മലയാളി പറഞ്ഞ അതേമാതിരി തന്നെ. ഇതാണ് ഇവൻ്റെ കാട്. ഇതാണ് ഇവൻ്റെ കാട്. അടിപൊളി. ആകെ 2 ചെടി മാതിരിയല്ലോ. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു വലിയ കാട്. എന്തായാലും വണ്ടി കൈസ് എന്തായാലും നല്ല പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ മാതിരി ഇതൊരു പഴയ മോഡൽ മാതിരി ഉണ്ട്. ഇത് ബാക്കൊക്കെ ചതങ്ങിൻ്റെ കേസ്, നല്ല ചളി പിടിച്ചിട്ടുണ്ട് കേസ്. എൻ്റെ വണ്ടിയിൽ ഒരു തുള്ളി ചളി ആവാതെ ഇരിക്കുകയാണ് കേസ്. കാരണം വണ്ടി ചളിയായി കഴിഞ്ഞെങ്കിൽ കഴുകാനാണ് നേരമില്ല. പിന്നെ വണ്ടിയാണോ കൊടുക്കുമ്പോൾ എന്തായാലും പൈസയൊക്കെ ആവും. അമ്മായത്തെ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഇതെന്താണ് ഗൈസ്, ഇതെന്താണ് LED ലൈറ്റ്? ഇപ്പോഴത്തെ ടെക്നോളജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വണ്ടി ഇപ്പം അങ്ങനെ ചടി ആയതുകൊണ്ട് തന്നെ എന്തായാലും ഇതിന് 2000 രൂപ മുടങ്ങും. പക്ഷേ എന്നാൽ പിന്നെ തവനാന്ന് എടുത്താൽ എന്തായാലും സിവിക്കാന്ന് തോന്നേ ഇല്ല കേട്ടോ. വണ്ടി അമ്മയത്തെ ചതഞ്ഞത്. ഇനി ചതയാൻ ഇല്ല. എന്തായാലും സങ്കടമായിപ്പോയി. വണ്ടി കിടപ്പ് കണ്ടില്ലേ? എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, വണ്ടി ഒന്ന് ഓണാവോ നോക്കട്ടെ. എടാ ഇത് ഓണാവണില്ലടാ. ഇത് ഓണാവണില്ല വണ്ടി. എന്താ ഓണാവാത്ത? പോണായി ഗീസ്, പോണായി. ഓക്കെ, വണ്ടി എന്നാൽ നമുക്ക് അങ്ങോട്ട് എടുത്തേക്കാം. എടാ ഇതിൻ്റെ വണ്ടി ഓഫായി.
കേസ് വണ്ടി ഓഫായിപ്പോയി. ഓ ഗൈസ്, വണ്ടി ആകെ പണിയായി കിടക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ സ്പീഡിലൊന്നും പറപ്പിക്കാൻ പാടില്ലല്ലോ, അതാണ്. എനിക്ക് സീനില്ല, നമുക്ക് വണ്ടി എന്നാൽ മെല്ലെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഗ്യാരേജിലേക്ക് ഇനി വിടാം. അതിലിപ്പോൾ ഗ്യാരേജിൽ പോയി വണ്ടി ഒന്നായിട്ടൊന്ന് റെഡി ആക്കാണ്ട് ഗൈസ്, മെല്ലെ അങ്ങോട്ട് എടുക്കാം. അപ്പം ഇനി ഗ്യാരേജ് വരെ പോകണം. എന്തായാലും കേസ് നമ്മളെ BMW M5 അവിടെ ആണ് കേസ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും ഇതാദ്യം അവിടെ കൊണ്ടുപോയിട്ട് വർക്ക്ഷോപ്പ് കൊണ്ടു കൊടുക്കാം. എന്തായാലും വണ്ടിയൊക്കെ ഒന്ന് റെഡിയായി കിട്ടണമെങ്കിൽ എന്തായാലും 2 ദിവസത്തേക്കാവും തോന്നുന്നു. എനിക്കൊരു അറിയില്ല, പക്ഷെ എനിക്ക് കണ്ടതിൽ വെച്ച് നോക്കുകയാണ് അങ്ങനെ ആയിരിക്കും. എന്തായാലും വണ്ടി നമുക്ക് അവിടെ കൊടുത്തിട്ട് M5 എടുക്കാൻ വരാം. അപ്പോൾ ഗൈസ്, നമ്മളാണ് വണ്ടി അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഗ്യാരേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വണ്ടി ഇപ്പോൾ ഇവിടെ സൈഡാക്കാം. നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് തരാം കേട്ടോ ഗൈസ്. നമ്മൾ വണ്ടി ഒന്ന് പറഞ്ഞിട്ട്, അപ്പോൾ വണ്ടീനെ പറ്റി റിപ്പയറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് തരാം. ഇനിയിപ്പോൾ എന്താ കാര്യം എന്നൊന്നും അറിയില്ല, നമുക്ക് എന്തായാലും ചോദിച്ചിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തായാലും 2 ദിവസത്തിൻ്റെ ഈ പണി ഉണ്ടാവും ഗൈസ്. അപ്പോൾ വേറെ ഒന്നല്ല, സോ ഈ വണ്ടി ഒന്ന് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെയാണോ വണ്ടീൻ്റെ ചെറിയ മോഡിഫൈഡൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ നോക്കിയാൽ സിവിക്കൊക്കെയാണ് വരിക. അപ്പോൾ ആ സിവിക്കുകൾക്കൊക്കെ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു തരം മോഡിഫൈ ഒക്കെ ചെയ്യുക. പിന്നെ വണ്ടീൻ്റെ മുമ്പ് അത് എന്തായാലും മാറ്റുന്നതായിരിക്കും. പിന്നെ കുറച്ച് ബോഡി കിറ്റ് അതൊക്കെ മാറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം എന്തായാലും വേറെ വണ്ടി അവിടെ നിർത്തി വെച്ചുകൊണ്ട് നമുക്കാണ് ബാക്ക് കൊണ്ട് നിർത്താൻ അവർ പറഞ്ഞത്. ഓക്കെ, നമുക്കപ്പോൾ വണ്ടി ബാക്കിൽ കൊണ്ട് നിർത്താം. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ആ പാർട്ട് 2 വീഡിയോ പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഒരു ഓട്ടോ ഷോ, ചിലപ്പോൾ ഒരു ഓട്ടോ ഷോ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ അങ്ങനെ നിർത്തിയേക്കാം. ഓക്കെ കേസ്, അപ്പോൾ ഞാൻ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി വണ്ടി ഒന്ന് ലോക്കാക്കി കൈ പോവാം. അപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനാണ് വൺ ലോക്കാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കണേ. ഓക്കെ, ഇനിയിപ്പോൾ അല്ല വേണ്ട, ലോക്കാക്കിയേക്കാം. ഇനിയിപ്പോൾ ഞാൻ ചാവി അവർക്ക് കൊണ്ടുകൊടുത്തിട്ട് തരാം ഗൈസ്. അപ്പം വണ്ടി ഇനി റെഡി ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.